ഒരു ദിവസം കൊണ്ട് അംബാനി ആകണമെന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ഞാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു കമ്പനി വാങ്ങിക്കുന്ന അല്ലാതെ വിറ്റൊരു ചരിത്രമില്ല. രോഗ ചികിത്സയ്ക്ക് വരുന്ന ഒരാൾക്ക് അതിനുള്ള പരിപൂർണ്ണ ഗുണം ഇവിടുന്ന് കിട്ടണം. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ അവരോട് തുറന്നു പറയും. അഡ്മിഷൻ ആവശ്യമില്ലാത്ത ഒരു പേഷ്യന്റിനോട് നിങ്ങൾ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ പറയും. അല്ലാതെ നിങ്ങളൊരു 21 ദിവസത്തെ ട്രീറ്റ്മെന്റിനോട് അഡ്മിറ്റ് ആയിക്കോളും ഞങ്ങൾ പറയാറില്ല. കാരണം ഞാൻ ഇത് വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പൊ ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ കൂടുതൽ സെയിൽ കൂടിയപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ ഒരു പുതിയ ഫാക്ടറി ഇട്ടു. അല്ലാതെ ഇപ്പോൾ ഇതിന്റെ നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലേക്കാണ് ഇത് അയക്കേണ്ടത്, അപ്പൊ അതിന്റെയൊക്കെ ഒരു സാധ്യത നോക്കിയാണല്ലോ നമ്മൾ എവിടെയാണ് ഫാക്ടറി എന്ന്. എല്ലാം ഫാക്ടറി കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ലോക മാർക്കറ്റിലേക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ മാർക്കറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അല്ല കേരളമാണ് ഇതിന്റെ ഏറ്റവും വലിയ സെന്റർ ശരിക്കും കറി പൗഡേഴ്സിന്റെ? അങ്ങനെയൊന്നുമല്ല. അല്ല, വോളിയംസ് പോകുന്നത് വെളിയിൽ തന്നെ ധാരാളം ഇതിനേക്കാൾ വലിയ കമ്പനികൾ, എത്രയോ വലിയ കമ്പനികൾ. അത് മാത്രമല്ല കേരള ബ്രാൻഡുകൾ പലതും ഓൺ ചെയ്യുന്ന തന്നെ വെളിയിലുള്ള കമ്പനികളാണല്ലോ. അല്ല, ഈവൻ ഈസ്റ്റേൺ പോലും വേറെ ആൾക്കാർ വാങ്ങിച്ചെടുത്തു. എല്ലാ കമ്പനികളും വേറെ അക്വയർ ചെയ്ത് പോയില്ല. മിക്ക കമ്പനികളും അക്വയർ ചെയ്ത് പോയി. ഓ ശരി. നിങ്ങളുടെ അടുത്തേക്കും വല്ലവരും ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. അല്ല, സംസാരങ്ങൾ നടന്നിട്ടുണ്ടെന്നല്ലാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു കമ്പനി വാങ്ങിക്കുന്ന അല്ലാതെ വിറ്റൊരു ചരിത്രമില്ല. കറി പൗഡേഴ്സ് സ്പൈസസിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? അല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതാണ്, ഈ സ്പൈസ് എന്നുള്ളതല്ല, ഫുഡ് ഇൻഡസ്ട്രി നല്ലൊരു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, പക്ഷെ സ്പൈസിലാണ് ഇപ്പൊ ഈ കേസുകളുടെ പ്രശ്നം. സ്പൈസിന്റെ മാർക്കറ്റ് സാച്ചുറേറ്റ് ഇനിയും സ്കോപ്പ് ഉണ്ട്, നല്ല സ്കോപ്പ് ഉണ്ട്, ഇനിയും ഗ്രോ ചെയ്യാനുള്ള സ്കോപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനി മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഇനിയും തുടങ്ങാം, തീർച്ചയായിട്ടും ഇനി തുടങ്ങുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടി. എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടി. അതാ ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ കൂടുതൽ സെയിൽ കൂടിയപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ ഒരു പുതിയ ഫാക്ടറി ഇട്ടു. അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലേക്കാണ് ഇത് അയക്കേണ്ടത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാധ്യത നോക്കിയാണല്ലോ നമ്മൾ എവിടെയാണ് ഫാക്ടറി എന്ന്. എല്ലാം ഫാക്ടറി കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ലോക മാർക്കറ്റിലേക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടെ എത്ര യൂണിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് മേളത്തിൻ്റെ? മേളം ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നുണ്ട്, പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പൊടിച്ചു തരുന്ന കമ്പനികൾ, എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ഇവിടെയുള്ള എക്സ്പാൻഷൻ പ്ലാൻ എന്താണ്? എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു പ്ലാനിന് അവിടെ പ്രസക്തിയില്ല. എവിടെ വേണമെങ്കിലും ചെയ്യാം. അതായത് ഇവിടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ ഇവിടെ ഉണ്ടാവണം. റോ മെറ്റീരിയൽ ഇവിടെ ഉണ്ടാകുന്നിടത്തോളം നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യാൻ. ഞാൻ ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ ഒരു റോ മെറ്റീരിയൽ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ വീണ്ടും ആ മാർക്കറ്റിലേക്ക് ഇവിടെ നിന്ന് അയക്കാന്ന് പറയുന്നത് റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ആന്ധ്ര ആ ഏരിയ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ നിന്ന് വരുന്നത് കുറവാണ്. മറ്റേ പ്യൂർ സ്പൈസസ് ആണ് ഇവിടുന്ന് വരുന്നത്. അപ്പൊ അതിന്റെ കുരുമുളകും അതുപോലും ഇവിടുന്നല്ല. കുരുമുളകിന്റെ ഒക്കെ ഉപയോഗം നമുക്ക് കുറവായിരിക്കും, മസാലയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് സ്പൈസസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മുളക്, അതുപോലെ ടർമറിക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരിക. ഈ ഫുഡ് ആസ് എ ഹോൾ നിങ്ങൾ വീണ്ടും കീനാണെന്ന് പറഞ്ഞു, സ്പൈസസ് മാത്രമല്ല. അതിലേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യാനുള്ള താല്പര്യങ്ങൾ ഇനി കിടക്കുന്നത്? അല്ല, എൻ്റെ ഒരു കോർ ബിസിനസ് അതല്ല. നമ്മൾ കോസ്മെറ്റിക്, ആയുർവേദമാണ് എൻ്റെ ബേസിക് താല്പര്യം. ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ AVA ഗ്രൂപ്പിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് വിത്ത് ഫോർ ഹ്യൂമൻ കൺസംഷൻ ഓർ ഹ്യൂമൻ പർപ്പസ്. അത് എക്സ്റ്റേണൽ ആകാം, ഇന്റേണൽ ആകാം. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ എല്ലാ ബിസിനസ്സും ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പോൾ മെഡിമിസ് ആയാലും, മേളോ ആയാലും, സഞ്ജീവനോ, ആയുർവേദ ആയാലും, എല്ലാം ഫോർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോർ ദെയർ ബെനിഫിറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഫുഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്കോപ്പുള്ള സാധനമാണല്ലോ. അല്ല, പക്ഷെ അതിപ്പോ ഫുഡിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ റെഡി ടു ഈറ്റ് ഫുഡ് കാറ്റഗറി നല്ല സാധ്യത ഉണ്ട്. പക്ഷെ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് വേണം, പല നമ്മുടെ ഒരു ഹെൽത്തി കോൺസെപ്റ്റിൽ അത് എത്രത്തോളം ശരിയാകും. പക്ഷെ അത് ചെയ്യാൻ പറ്റും. അതൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും, കൂടുതൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നോക്കണം, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തുകൊണ്ടൊക്കെ കുക്ക്ഡ് ഫുഡ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ സാധ്യതകളുണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങൾ ആ ലെവലിലേക്ക് ഞങ്ങൾ വളർന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ടെക്നോളജിക്കൽ ടൈപ്സ് ഒന്നും ഇപ്പോഴും ഇല്ല, നിങ്ങളുടെ മാത്രം തന്നെ R&D ഒക്കെ നിങ്ങളുടെ. നിങ്ങളുടെ എക്സ്പോർട്ട് മാർക്കറ്റിൽ എത്ര നിങ്ങളുടെ പ്രസൻസ് എങ്ങനെയുണ്ട്? എല്ലാ പ്രോഡക്ട്സ് ഇപ്പോൾ പറഞ്ഞ മെഡിമിക്സ് ആണ്. അല്ല, മെഡിമിക്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത്. ലോകം മുഴുവൻ മെഡിമിക്സ് ഉണ്ട്, നല്ല രീതിയിൽ തന്നെ. നിങ്ങളുടെ യൂണിറ്റിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യൻ പോകില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ അഗ്രിമെന്റ്സ് ഉണ്ടായിരിക്കാം അല്ലേ എക്സ്പോർട്ട് മാർക്കറ്റിൽ? അല്ല, ഞാൻ രണ്ട് ടോട്ടലി സെപ്പറേറ്റ് സെറ്റപ്പാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് വേണമെങ്കിൽ അവർക്ക് കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യാം, അവരുടെ പ്രോഡക്ട്സ് എനിക്ക് തന്നു ഇവിടെ ചെയ്യാം എന്നുള്ളത്. അത് ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഫാമിലി ബൈഫർക്കേഷനിൽ മാർക്കറ്റാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മേളം എങ്ങനെയാണ് നിങ്ങൾ എക്സ്പോർട്ട്? മേളം ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുവിധം നന്നായി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ, കാരണം ഞങ്ങളുടെ ടേസ്റ്റ് മലയാളി ടേസ്റ്റ് ആണല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു ഫുഡിനുള്ളൊരു പ്രോബ്ലം അതാണ്. നമ്മൾ കേരളത്തിൽ തന്നെ മലബാർ ടേസ്റ്റ് അല്ല, ട്രാവൻകൂർ ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കിയാലേ ഫുഡ് നമുക്ക് നിലനിൽക്കുള്ളൂ.
അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള പ്രോഡക്ട്സിൽ ബഹുഭൂരിഭാഗവും മലയാളികൾക്കുള്ള ടേസ്റ്റാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പഞ്ചാബിലൊരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ പഞ്ചാബി ടേസ്റ്റിലേക്ക് നമ്മൾ മാറ്റണം. അതാണ്. അങ്ങനെ വലിയ താല്പര്യമുണ്ട് നോർത്ത് ഇന്ത്യൻ താല്പര്യമുണ്ട്. കാരണം ബോംബെ ഒരു വലിയ മാർക്കറ്റ്, അവിടെ നമ്മുടെ ഈ സാധനങ്ങൾ കാണുന്ന ഭാഗമാണ്. പക്ഷെ ഞാനത് പറയുന്നത്, ഞാൻ എൻ്റെ കാര്യം ഒരു ദിവസം കൊണ്ട് അംബാനി ആകണമെന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ഞാൻ ഉദ്ദേശിക്കുന്നു. അത് ഞാൻ വളരുന്നു. പക്ഷേ ഗ്രോത്ത് തന്നെയാണ്, ഗ്രോത്ത് ആണ്. ഒരു എത്ര പെർസെന്റേജ് ഗ്രോ ചെയ്യുക? യൂഷ്വലി ആവറേജ് മാർക്കറ്റ് റേറ്റ്, ഇന്ത്യയിൽ ആവറേജ് മാർക്കറ്റ് റേറ്റ്, അതിന് നമ്മൾ കിടപിടിച്ച് പോകാനേ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഞാൻ ബോംബെയിൽ നോക്കുമ്പോൾ ഒരു മലയാളി ബ്രാൻഡ്സ് ഈസ്റ്റേൺ ആണെങ്കിലും മേള ഒന്നും കാണാറില്ല സാധനം. അവിടുത്തെ പക്ഷെ മലയാളി കടകളിൽ ഇത് രണ്ടും ഉണ്ടാവും. വളരെ റയറാണ്, കാരണം ഞാൻ ബോംബെയിൽ പോകുന്നതിനിടയ്ക്ക്, പക്ഷെ അവിടെ കിട്ടാറില്ല സാർ. അപ്പൊ അവരുടെ ടേസ്റ്റിന് വേണ്ടി നിങ്ങൾ വലിയ മാർക്കറ്റ് ചെയ്യണം. പക്ഷെ ഞാനതാ പറയുന്നത്, നമുക്ക് പലതും സ്വപ്നം കാണാമല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ലോക ടെലിവിഷൻ നെറ്റ്വർക്ക് മൊത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റൂ. അതുപോലെയാണത്. നമുക്കത് ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴത്തെ നമുക്ക് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരണം, അത്രയും വലിയ നെറ്റ്വർക്ക് വേണം, അത്രയും കൂടുതൽ സമയം ചെലവ്. ഇതൊരു ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ വർഷവും വളരുക. ഇപ്പോൾ ഒന്നിച്ച് എല്ലാ സ്റ്റേറ്റിലേക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്തു, അടുത്ത് കർണാടകയിലേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് വളരാൻ പറ്റും. അത് നടക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വളരേണ്ടത്? നമ്മൾ പറയാൻ എളുപ്പമാണ് ബിസിനസ് സ്റ്റോക്കിൽ ഞങ്ങൾ 1000 കോടിയാക്കും, 2000 കോടിയാക്കും. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെന്നുള്ളതാണ് അങ്ങനെ ഒരു ഞാൻ ചിന്തിക്കുന്നത്. എന്റെ ചിന്താഗതി വേറെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇന്റർവ്യൂവിൽ അങ്ങനെ ആയിരിക്കില്ല പറയുന്നത്. പക്ഷെ എന്റെ ഇന്റർവ്യൂവിൽ എന്നോട് വലിയൊരു ഫാക്ടർ അല്ല, അത്രമാത്രമല്ല. ഫാക്ടർ എന്ന് മാത്രമല്ല, അത് എപ്പോഴും അപകടം പിടിച്ചതാണ്. നമ്മൾ ഇന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് റീറ്റെയിൻ ചെയ്യേണ്ടതും സസ്റ്റെയിൻ ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും അത് ഒരിക്കലും സാധിക്കില്ല. ഫുഡ് പോലത്തെ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ എക്സ്പയറി ആകാതിരിക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് മതി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റൈല്, എൻ്റെ ബിസിനസ് സ്റ്റൈല് ഇതാണ്. ഞാൻ ഈ രീതിയിലേ വളരാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഈ രീതിയിലേ ഞാൻ സ്വപ്നം കാണുന്നുള്ളൂ. ഈ സഞ്ജീവനം എന്ന് പറയുന്നത് നിങ്ങളൊരു 5 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതും സഞ്ജീവനം സ്റ്റാർട്ട് ചെയ്തത് 2004-ലാണ്. ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ ഹോസ്പിറ്റലാണ് 5 വർഷം മുമ്പ്. ഇതിനു മുമ്പ് ആദ്യത്തെ ഹോസ്പിറ്റൽ ചെന്നൈയിൽ, അത് ഈ സെയിം നെയിമിൽ തന്നെ. അതെ, സഞ്ജീവനം എന്നുള്ളത് ആയുർവേദവും നാച്ചുറോപ്പതിയും യോഗയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട്. പക്ഷെ അവിടെ ഇൻപേഷ്യൻസ് ഇല്ല, അവിടെ ഇൻപേഷ്യൻസ് ഇല്ല എന്നുള്ളത്. സെന്റേഴ്സ് ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തും തുടങ്ങിയിരുന്നു. പിന്നീട് എനിക്ക് തോന്നി എല്ലാവരും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ആയുർവേദത്തിന്റെ ഒരു സ്ഥലം, അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സ്ഥലം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി കിട്ടി. അങ്ങനെ ഒരു ചിന്ത വന്നതാണ്, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ആയുർവേദം എങ്ങനെ കൊടുക്കാം എന്നുള്ളത്. ഇപ്പൊ തമിഴ്നാട്ടിലുണ്ട് ഇത്, രണ്ടാമത്തെ യൂണിറ്റ്. അല്ലെ, അതാ ഞാൻ പറഞ്ഞത്, ഇതൊന്നും തന്നെ ഇതിന് ഒരു 100 തുടങ്ങാന്നുള്ളതൊന്നും എന്റെ സ്വപ്നമല്ല. ഞാനൊരു മോഡൽ ഉണ്ടാക്കി, ഇത് വേറൊരാൾക്ക് തുടങ്ങണേ ഞാൻ സഹായം ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി വേറൊരെണ്ണം. ചിന്ത ആയുർവേദം വളരണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാം ബിസിനസ് ആയിട്ട് നമ്മൾ കാണാൻ ഇമീഡിയറ്റ് ആയിട്ട് ഒരു സഞ്ജീവനം പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഉണ്ടാവാതിരിക്കാം. ഞാനതാ പറയുന്നത്, എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഞാൻ ഇനി ഉടനെ ഇതുപോലെ 5 തുടങ്ങും, അങ്ങനെയൊന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല. നടന്നാ നടന്നു, അല്ലെങ്കിൽ നടക്കാൻ ആവശ്യമില്ലല്ലോ. എന്തിനാണ്? അത് മറ്റൊരാൾ തുടങ്ങിക്കോട്ടെ. ഞാൻ എത്രയോ ആയുർവേദ ഹോസ്പിറ്റൽസ് ഇനോഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. വേറൊരാളുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഇനോഗ്രേറ്റ് ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അത് ചെയ്ത് ആയുർവേദം അങ്ങനെ ഒരു വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു ഇതൊന്നുമല്ല. അത് മസാജ് സെന്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ റിസോർട്ടുകളായിട്ടൊക്കെ തുടങ്ങി ലാഭം ഉണ്ടാക്കാം. പക്ഷേ നമ്മളൊരു രോഗചികിത്സ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് പരിമിതികളുണ്ട്. അത് വെച്ചിട്ടുള്ള ലാഭമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരി. ലാഭം വലിയ ഫാക്ടർ ആക്കാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടി എത്തിക്സും കൂടി കലർത്തുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ചെയ്തത്, ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാം, ഇവിടെ വരുന്ന പേഷ്യൻസിന് അറിയാം ഞാൻ നടത്തുന്ന രീതി എന്തിനാണ്. ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നതല്ല. അതുപോലെ തന്നെ രോഗചികിത്സയ്ക്ക് വരുന്ന ഒരാൾക്ക് അതിനുള്ള പരിപൂർണ്ണ ഗുണം ഇവിടുന്ന് കിട്ടണം. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ അവരോട് തുറന്നു പറയും, ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അഡ്മിഷൻ ആവശ്യമില്ലാത്ത ഒരു പേഷ്യൻറ്റിനോട് നിങ്ങൾ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങളൊരു 21 ദിവസത്തെ ട്രീറ്റ്മെന്റിനോട് അഡ്മിറ്റ് ആയിക്കോളും ഞങ്ങൾ പറയാറില്ല. കാരണം ഞാൻ ഇത് വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. വെരി ഗുഡ്. അത് നല്ലതാണ് ശരിക്കും. അങ്ങനെയൊക്കെ വളരെ റയറാണല്ലോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുകൾ. നമ്മൾ നീൽഗിരീസിലേക്ക് വരും, അതിപ്പോൾ അടുത്താണ് ടേക്ക് ഓവർ. അത് ടേക്ക് ഓവർ ആയിട്ടില്ല. നമ്മൾ അതിൻ്റെ ഒരു അഗ്രിമെന്റ്, സെയിൽ ഓഫ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളൂ. അവര് അവരുടേതായ രീതിയിലുള്ള പല പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനുണ്ട്, ടാക്സ് അരിയേഴ്സ് ക്ലിയർ ചെയ്യാനുണ്ട്, കേസുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിലേ ഉണ്ട്. പിന്നെ ബാങ്ക്സ് ഇന്ന് കുറേ ക്ലിയറൻസ് കിട്ടാനുണ്ട്. ഞങ്ങൾ റെഡിയാണ്, പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു ടേക്ക് ഓവറിലേക്ക് വന്നിട്ടില്ല. അത് എത്ര യൂണിറ്റ്സ് ഉണ്ട് നീലഗിരീസ്? അവർക്ക് ഇപ്പോൾ 82 സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്.
എൻ്റെ താല്പര്യം സൂപ്പർ മാർക്കറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ബ്രാൻഡാണ്. ആ. കാരണം ഇപ്പോൾ നീലഗിരീസ് ഷോപ്പുകളിലാണ് ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ. പക്ഷേ നീലഗിരി ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ മറ്റ് റീറ്റെയിൽസിലേക്ക് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും പഴക്കം ചെന്നല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബ്രാൻഡാണ് നീലഗിരി. അത് എവിടെയാണ് കൂടുതലുള്ളത്? തമിഴ്നാടാണ്. കേരളത്തിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? കേരളത്തിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും വന്നിട്ട് 2 യൂണിറ്റ്സ് ഉണ്ട്. അല്ല, തിരുവനന്തപുരത്ത് 4 എണ്ണം ഉണ്ട്. 4 യൂണിറ്റ്സ് ഉണ്ട്. ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. ഇപ്പോൾ ഒരെണ്ണമുള്ളൂ. അത് ഏതാണ്ട് എത്ര, അതിൻ്റെ പ്രൈസിങ് എത്ര ടേക്ക് ഓവറുണ്ട്? അതൊക്കെ ഞങ്ങളിപ്പോൾ സൈൻ ചെയ്തത് 67 കോടിക്കാണ്. 67 കോടിക്ക്. അതങ്ങനെ വരികയാണെങ്കിൽ അതും എക്സ്പാൻഡ് ചെയ്ത് കേരളത്തിൽ എന്തായാലും എക്സ്പാൻഡ് ചെയ്യാണല്ലോ ആ സാധനം. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കാഴ്ചപ്പാട്, ബിസിനസ് കാഴ്ചപ്പാട് വേറെയാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ വെറുതെ സൂപ്പർ മാർക്കറ്റ് ചെയിൻ കൂട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ല. ബ്രാൻഡ് എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റീറ്റെയിലിംഗ് ആണ്. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ മാർക്കറ്റിലും ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട്. ആ പ്രസൻസ് ഞങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. അതിൽ എല്ലാ ഗ്രോസറി പ്രോഡക്ട്സും ഉണ്ടല്ലോ അല്ലേ? അല്ല, ഗ്രോസറി എന്ന് പറഞ്ഞാൽ മറ്റ് നമ്മളുടെ മാത്രമല്ലല്ലോ, ആരുടെ പ്രോഡക്ട്സ് വേണമെങ്കിലും എല്ലാം കൂടി ഇവരുടേതാ. നീലഗിരീസിന്റെ മാത്രം എന്ന് പറയുന്നത് ബേക്കറി പ്രോഡക്ട്സ് ഉണ്ട്, സ്റ്റാപ്പിൾ ഐറ്റംസ് ഉണ്ട്, ബാക്കിയുള്ള അതിന് പുറമെ ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് ഞങ്ങൾക്ക് ഗുണം എന്നുള്ളത് ഞങ്ങളുടെ ടീം സ്റ്റഡി ചെയ്ത് ഇത് ഞങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷമേ നമുക്ക്. മേളം എന്ന് പറയുന്നത് അതാണ്. കേരളത്തിലെ ഒരു പഴക്കം ചെന്ന ബ്രാൻഡാണ് മേളം. അതുകൊണ്ടാണ് ആ മേളം ബ്രാൻഡ്. അതിലും ആ ഒരു വാല്യൂ ഉണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത് ഉപയോഗപ്പെടുത്തും. ഇനി ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ബ്രാൻഡിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡുകൾ നമ്മൾ എങ്ങനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളൊരു പുതിയ ബ്രാൻഡ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ എത്ര പുതിയ ബ്രാൻഡ് വന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും വിജയിച്ചത്. ബ്രാൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷേ വിജയിച്ച ബ്രാൻഡുകൾ നമ്മൾ കണ്ടെത്താൻ പോലും പറ്റില്ല. ശരിക്കും ഒരു ഗുഡ് വില്ല് വലിയൊരു ഫാക്ടറാണെന്ന് ചുരുക്കം അല്ലേ? അല്ല, ഗുഡ് വില്ല് ഉണ്ടാക്കി എടുക്കലാണ് ഫാക്ടർ. അല്ലല്ലേ, ഗുഡ് വില്ല് ഉള്ളതിനെ പിടിച്ച് നിൽക്കാന്നല്ലേ, കൊണ്ടുവരാമെന്ന് ബിൽഡ് ചെയ്തെടുക്കാമെന്ന് കുറച്ച് പ്രയാസമുണ്ട് ശരിക്കും. ഇപ്പോൾ ഇതൊരു ഫാമിലി ബിസിനസ് ആയിട്ട് പോകണം, നിങ്ങളിതിന് ഇനി അതിൻ്റെ ഒരു പബ്ലിക്കിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യമില്ല. ഒരു IPO ചിന്തകളൊന്നും അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും ഇപ്പം എടുത്തില്ല. ഔട്ട്സൈഡ് ഫണ്ടിങ്ങോ ഔട്ട്സൈഡ് ഇതോ IPO ഒന്നും നമുക്ക് ഔട്ട്സൈഡ് ഫണ്ടിങ് ബാങ്ക് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അതുപോലും കഴിയുന്നതും നമ്മൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, അത് കടമെടുത്തിട്ട് ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഷെയർ ഡൈല്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ ചിന്തകളൊന്നും. ഞാനതാ പറഞ്ഞത്, എന്തിനാണെന്ന്. നമ്മളൊരു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ജീവിച്ചാൽ പോരെ, എന്തിനാണ് അങ്ങനെയുള്ള ഇപ്പൊ തന്നെ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇപ്പൊ തന്നെ 1000-ലധികം തൊഴിലാളികളുണ്ട്, നമുക്ക് ജോലിക്കാരുണ്ട്. ഇത് 10,000 ആക്കാം, വളരെ എളുപ്പമാണ്. പക്ഷെ അവരുടെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പൊ കോവിഡ് മാരത്തെ ഒരു സംഭവം വന്നു, ഞങ്ങൾ ഈ 1000 പേർക്ക് ശമ്പളം കൊടുത്തു. 1.5 കൊല്ലം വീട്ടിലിരുന്നവർക്കും നമ്മൾ ശമ്പളം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് 10,000 ആണെങ്കിൽ സാധിക്കില്ല. എന്തിനാണ് എന്നുള്ളതാണ്. ഉള്ളവരെ നമ്മൾ സന്തോഷത്തോടു കൂടെ അതൊരു കുടുംബമായി കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഗ്രോത്ത് ഫോർ ഗ്രോത്ത് സേക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഐ വാണ്ട് ഗ്രോത്ത് എവറി ഇയർ. അതിൽ കൂടുതൽ ഞാൻ ഫോർ ദ സേക്ക് ഓഫ് ഗ്രോത്ത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷന് തന്നെ ഇതിന് താല്പര്യമുണ്ടെന്ന് ആർക്കാണ് പറയാൻ പറ്റുക ഇന്നത്തെ കാലത്ത്? എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. അവർക്ക് വേറെ മേഖലകളുണ്ട്, അവർ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ വേറെയാണ്. നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ അട്രാക്ഷൻ ചിലപ്പോൾ അവർക്ക് പുറം നാടുകളിൽ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ബിസിനസ് വളർത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, മനസ്സിലാവണം. അല്ലെങ്കിൽ ഗ്രോത്തിന് പുറത്തൊരു എത്തിക്സിനും ഒരു വലിയൊരു പാരാമീറ്റർ ആയിട്ട് കാണുന്നതായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ എല്ലാ നമുക്ക് വേണമെങ്കിൽ വലിയ കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെയും താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്.